പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ ബി.ജെ.പി. എം.പി. പ്രതാപ് സിംഹയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ തെളിവെടുപ്പ് ഉടനുണ്ടാകും. സുരക്ഷാ വീഴ്ച ഗുരുതരമായ സംഭവമാണെന്ന് ദൈനിക് ജാഗരൺ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചു. പാർലമെന്റിൽ പ്രതികരിക്കാതെ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു. സുരക്ഷാ വീഴ്ചയിൽ പ്രതികൾക്ക് പാർലമെന്റിൽ കയറാൻ പാസ് നൽകിയ ബി.ജെ.പി. എം.പി. പ്രതാപ് സിംഹയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ദില്ലിയിൽ നാളെയാണ് ചോദ്യം ചെയ്യൽ. മനോരഞ്ജൻ, സാഗർ ശർമ്മ എന്നിവർക്ക് പാസ് നൽകിയ സാഹചര്യം അടക്കം ചോദിച്ചറിയും. കഴിഞ്ഞ 3 മാസത്തിനിടെ നിരവധി തവണ മനോരഞ്ജൻ പ്രതാപ് സിംഹയുടെ ഓഫീസിൽ നിന്ന് പാസ് വാങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തി. സാഗർ ശർമ്മ, മനോരഞ്ജൻ, ലളിത എന്നിവരുമായി പാർലമെന്റിൽ എത്തി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. കേസിലെ മുഖ്യ സൂത്രധാരൻ ലളിതയുടെ സമൂഹ മാധ്യമങ്ങളിലെ പ്രകോപനപരമായ പോസ്റ്റുകൾ പോലീസ് പരിശോധിച്ചു. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ ആദ്യമായി പ്രതികരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവത്തെ നിസ്സാരമായി കാണാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കി. സ്പീക്കർ തികഞ്ഞ ഗൗരവത്തോടെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. അന്വേഷണങ്ങൾ നടക്കുകയാണ്. അതിക്രമത്തെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ല. ഒരേ മനസ്സോടെ ഒന്നിച്ചിന്ന് പരിഹാരം കണ്ടെത്തണം എന്നും മോദി ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. സുരക്ഷാ വീഴ്ചയിൽ പ്രധാനമന്ത്രി പാർലമെന്റിൽ വിശദീകരിക്കാതെ മാധ്യമങ്ങളിൽ പ്രതികരിച്ചത് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചു. പാർലമെന്റിന് അകത്തേക്ക് അക്രമികൾ കയറുന്നത് ആദ്യമായാണെന്ന് പ്രധാനമന്ത്രി ഓർക്കണമെന്ന് കോൺഗ്രസ് എം.പി. പ്രമോദ് തിവാരി വിമർശിച്ചു. വിഷയം പാർലമെന്റിൽ നാളെ പ്രതിപക്ഷം ശക്തമായി ഉയർത്തും. റിപ്പോർട്ടർ, ദില്ലി.